ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് മുട്ട ബിരിയാണിയാണ്. അതിൻ്റെ അരിയാണ് ഈ അരി. പിന്നെ ഇന്ത്യൻസ് അരി എന്നും പറയുന്ന അരിയാണിത്. ഈ കപ്പിന് 1.5 കപ്പ് അരിയാണിത്. അതിന് ചേർക്കാനുള്ളത് പെരുംജീരകം, കറുവാപ്പട്ടയും പിന്നെ തക്കോലവും കൂടി ആണിത്. ഏലയ്ക്ക ഒരു 5 എണ്ണം ഉണ്ട്. ഗ്രാമ്പു ഒരു 10 എണ്ണം. നമുക്ക് വീഡിയോയിൽ പോകാം. ഒരു ഉരുളി അങ്ങനെ വെച്ച് ഞാനൊരു അരമണിക്കൂർ മുമ്പേ വെള്ളത്തിലിട്ട് കുതിർത്ത് വാരി തോരാൻ വെച്ചാണ്. ഇത് നമുക്ക് ഈ ഉരുളിക്കകത്തിട്ടൊന്ന് നല്ലപോലെ ഒന്ന് തോർത്തിയെടുക്കാം. അരി നല്ലതുപോലെ ചൂടായി. ആ വെള്ളമയം നല്ലപോലെ പോയി. ചൂടായ അരി വേറെ പാത്രത്തിലേക്ക് മാറ്റുവാണ്. അളന്ന് വെച്ചതാണ്. ഒരു 5 സ്പൂണാണ് ഒഴിച്ചേക്കുന്നത്. അതിലേക്ക് നമുക്ക് ഈ കറുവാപ്പട്ട ഇട്ട് കൊടുക്കാം. ജീരകം ഇട്ട് കൊടുക്കാം. 1 കപ്പ് അരിയാണ്. അതിന് 2.5 കപ്പ് വെള്ളം ഒഴിക്കാം. ഒരു സ്പൂണ് ഉപ്പിട്ടു. മുട്ട ബിരിയാണിക്കുള്ള മുട്ടയാണ്. 5 മുട്ടയാണ് ഇവിടെ പുഴുങ്ങി വെച്ചേക്കുന്നത്. അത് മുട്ട കറിയാക്കാൻ വേണ്ടിയിട്ട് അതിന് ചേർക്കാനായിട്ടുള്ളത് സവാള ചെറിയ സവാള ആയതുകൊണ്ട് ഒരു 6 എണ്ണം. കുഞ്ഞു സവാളയായിരുന്നു 6 എണ്ണം. പച്ചമുളക് 4ആയിട്ട് പൊളന്നിട്ടൊക്കെയാണ്. പിന്നെ തക്കാളിക്ക 2 തക്കാളിക്കയാണിത് ചെറുതായിട്ട് വട്ടത്തിലരിഞ്ഞത്. ക്യാപ്സിക്കം മുളക് ഒരു ചെറുതാണ്. ഇഞ്ചിയും പച്ചമുളകും. ഇഞ്ചിയും വെളുത്തുള്ളി. ഇഞ്ചി ഒരു കഴഞ്ച്, വെളുത്തുള്ളി വലുതായതുകൊണ്ട് 4 ചുള എടുത്തിട്ടുണ്ട്. മല്ലിയില, മുളക് പൊടി 1.5 സ്പൂണാണ്. മല്ലിപ്പൊടി 1 സ്പൂണ്. ഗരം മസാല നെയ്റ്റ് മസാലയും കൂടി ഒന്നിച്ച് മിക്സ് ചെയ്തതാണിത്. മഞ്ഞൾപ്പൊടി. ഇനി വെളിച്ചെണ്ണ ഉണ്ട്, നെയ്യും ഉണ്ട്. മുന്തിരിങ്ങയും കശുവണ്ടിയും വറുക്കണം. എനിക്ക് വെളിച്ചെണ്ണ പകർന്നു. കശുവണ്ടി ഇട്ട്, മുന്തിരിങ്ങ ഇട്ട്, ചോറ് വെന്ത് വാങ്ങി. എണ്ണയ്ക്കകത്ത് മുട്ട ഇട്ടൊന്ന് പൊട്ടിപ്പോയി. പൊടിച്ച് വഴിക്കാൻ പൊഴിഞ്ഞില്ലേ. ആ മുട്ട കഴിഞ്ഞ ചോറാണ്. കടുക് അരിഞ്ഞതും പച്ചമുളകും കൂടാണിത്. ഇഞ്ചിയും പച്ചമുളകും കൂടി ചതച്ചാണിത്. ക്യാപ്സിക്കം മുളക് ഇട്ടു. വേപ്പില ഒരു 3 തണ്ടാണ് ഇടുന്നത്. പിന്നെ ഏരിയെല്ലാം നല്ലപോലെ വഴന്ന് മഞ്ഞൾപ്പൊടി 1/4 സ്പൂണ്, മല്ലിപ്പൊടി മുളക് പൊടി മുളക് പൊടി മല്ലിപ്പൊടി എല്ലാം വഴന്ന് പച്ചമുളകെല്ലാം മാറി. ഇപ്പം ശകലം വെള്ളം ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഗരം മസാലയും മീറ്റ് മസാലയും കൂടാണ്. ഒരു 2 സ്പൂണ്. കുരുമുളക് പൊടി ചെറിയ സ്പൂണിന് 1 സ്പൂണ്. മുട്ട ഇടുകയാണ്. മുട്ട ഞാൻ മുറിച്ച് 2 പീസാക്കി. മുട്ട റെഡിയായി. സ്റ്റവ് ഓഫാക്കുക.
കപ്പലണ്ടി മുന്തിരിങ്ങയാണ്. നെയ്യ്, അതിൻ്റെ പുറത്തേക്ക് കുറച്ച് ചോറും കൂടി ഇടുവാണ്. നെയ്യും കൂടി ഒഴിച്ച് ഇനി ഒരു 10 മിനിറ്റ് അടുപ്പിലൊന്ന് വെക്കണം. ബിരിയാണി റെഡിയായി. ബിരിയാണി റെഡിയായി. നല്ല മണവും എല്ലാം നല്ല ഇതാണ്. ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ചെയ്യണം.